ഹായ്, ആസ് എ മെഡിക്കൽ കോഡർ സർട്ടിഫൈഡ് ആയിട്ടിരിക്കുന്നതാണോ നല്ലത്, നോൺ സർട്ടിഫൈഡ് ആയിട്ട് ജോലി ചെയ്തോടെ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഡെയിലി കേട്ട് വരുന്നത്. മെഡിക്കൽ കോഡിംഗ് 3 മന്ത് കോഴ്സ് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് പ്ലേസ്മെന്റിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ജോബിലേക്ക് കടക്കാനായിരിക്കും മെജോറിറ്റിയും ആഗ്രഹിക്കുന്നത്. ഇതൊരു ശരിയായ പ്രവണതയാണ്. ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഒരു മെഡിക്കൽ കോഡറിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സർട്ടിഫൈഡ് ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം സർട്ടിഫൈഡ് മെഡിക്കൽ കോഡേഴ്സിനാണ് വാല്യൂ ആൻഡ് ഇമ്പോർട്ടൻസ് ഉള്ളത്. മെഡിക്കൽ കോഡിംഗ് സക്സസ്ഫുൾ കംപ്ലീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ 3 മന്ത് കോഴ്സ് കഴിഞ്ഞിട്ട് ഒട്ടും തന്നെ ടൈം ലാഗ് വരാതെ CPC പോലൊരു സർട്ടിഫിക്കേഷൻ എക്സാം പ്രിപ്പയർ ചെയ്ത് ക്രാക്ക് ചെയ്യുക എന്നത് തന്നെയാണ്. മെജോറിറ്റി ഓഫ് ഹെൽത്ത് കെയർ കമ്പനീസും ഹയർ ചെയ്യുന്നത് സർട്ടിഫൈഡ് കോഡേഴ്സിനെയാണ്. ഇനി നോൺ സർട്ടിഫൈഡ് കോഡേഴ്സിനും ഹയറിംഗ് ഇല്ലേ അല്ലെങ്കിൽ പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നോൺ സർട്ടിഫൈഡ് മെഡിക്കൽ കോഡേഴ്സിനും ഹയറിംഗ് ഉണ്ട്, പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുമുണ്ട്. ബട്ട് ജോലിക്ക് കയറിയതിനു ശേഷം ഒരു സാലറി റിവിഷൻ അല്ലെങ്കിൽ കരിയർ ഹൈക്ക് വരുന്ന സമയത്ത് കമ്പനി നോക്കുന്ന ബേസിക് ക്രൈറ്റീരിയ നിങ്ങൾ സർട്ടിഫൈഡ് ആണോ അല്ലെങ്കിൽ നോൺ സർട്ടിഫൈഡ് ആണോ എന്നതായിരിക്കും. സോ ആ ടൈമിൽ ജോലിയോടൊപ്പം CPC പോലൊരു സർട്ടിഫിക്കേഷൻ എക്സാം ക്രാക്ക് ചെയ്യുക എന്നത് ഡിഫിക്കൽട്ട് ടാസ്ക് തന്നെയാണ്. മെഡിക്കൽ കോഡിംഗ് കരിയറായിട്ട് ചൂസ് ചെയ്യുന്ന മെജോറിറ്റി കാൻഡിഡേറ്റ്സും ഇന്ത്യക്ക് പുറത്ത് അല്ലെങ്കിൽ അബ്രോഡ് കൺട്രീസിൽ പോയി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ CPC എക്സാം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. സർട്ടിഫൈഡ് കോഡേഴ്സിനാണ് ഇന്ത്യക്ക് പുറത്ത് അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്, ഈവൻ ഒരു ഇന്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. സോ മെഡിക്കൽ കോഡിംഗ് കരിയറായിട്ട് ചൂസ് ചെയ്യുന്ന എല്ലാ കാൻഡിഡേറ്റ്സും കോഴ്സിനോടൊപ്പം തന്നെ സർട്ടിഫിക്കേഷൻ എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിച്ച് എക്സാം ഫോക്കസ് ചെയ്ത് കോഴ്സ് കഴിഞ്ഞാലുടൻ തന്നെ ഒട്ടും ടൈം ലാഗ് വരാതെ എക്സാം ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.